ഹലോ ഫാമിലി, സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്ലോഗ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട്സ് ഇൻ മൈ ഹോസ്പിറ്റൽ ബാഗ് എന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ എടുക്കുന്നത് ഏപ്രിൽ 12 ഞാൻ ശരിക്കും അതിന്റെ ഏപ്രിൽ 10 എടുക്കുന്ന വീഡിയോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന മുമ്പ് എടുക്കുന്നത്. അഡ്മിറ്റ് ആവുന്ന മുന്നേ തൊട്ട് മുന്നേ എടുക്കുന്ന ഒരു ചറപറ ഹോസ്പിറ്റൽ ബാഗ് വീഡിയോ ആണ്. പിന്നെ ഇതിൽ അനാവശ്യ കാര്യങ്ങളായിട്ട് ഒന്നുമില്ല, എല്ലാ ആവശ്യത്തിന് മാത്രമുള്ള സാധനങ്ങൾ മാത്രം. ചെറിയ ടൂർ പോണവരെയാണ്. ചെറിയൊരു മിനി ടൂർ പോകാൻ, പക്ഷെ ഓവറായിട്ട് അനാവശ്യമൊന്നുമില്ല, എല്ലാ ആവശ്യ സാധനങ്ങളും. ആദ്യം മദേഴ്സ് ബാഗ് ഞാൻ കാണിച്ചോളൂ വിചാരിച്ചു, എന്നിട്ട് ബേബിയുടെ ബാഗ് ലാസ്റ്റ് കാണിക്കാൻ, അതുകൊണ്ട് മദേഴ്സ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിക്കാൻ വിചാരിച്ചു. ഇതാണ് എന്റെ മദർ ബാഗ്. ഇത് ഞാൻ വാങ്ങിച്ചത് മീഷോയിൽ നിന്നാണ്. ഞാൻ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, മീഷോ എന്നല്ലേ നമ്മൾ വാങ്ങിച്ചത്? മീഷോ വാങ്ങിച്ചത് ക്വാളിറ്റി സാധനങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പൊ ഞാൻ ഇതിലാണ് എന്റെ സാധനങ്ങൾ വയ്ക്കുന്നത്. ഇതാണ് അത്യാവശ്യത്തിൽ ഹോസ്പിറ്റലിൽ എടുത്തെടുക്കേണ്ടത്. ഡോക്ടർ ഒന്ന് ചോദിക്കാൻ ആരും ആ സാധനം എടുത്തെന്ന് പറയുമ്പോ ഇതിന്റെ അകത്തായിരിക്കും നമുക്ക് എടുത്തു കൊടുക്കാൻ എളുപ്പം. മറ്റത് ഓരോ സമയത്ത് നമുക്ക് ചിലപ്പോൾ ടെൻഷൻ ആവുമല്ലോ. ഇത് ഒരു അർജന്റ് ബാഗ് വേണമെങ്കിൽ പറയാല്ലേ. അങ്ങനെ അപ്പൊ ഇത് മദേഴ്സ് ബാഗ് വേറെ ഉണ്ടല്ലേ? ഇതിന് അത് രണ്ട് ബാഗ് ഉണ്ട് ഗൈസ്. ഒന്ന് ഈ ബാഗ്, ഒന്ന് വേറെ ബാഗ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് അർജന്റ് ബാഗ്. അതായത് നമുക്ക് പെട്ടെന്ന് ഇപ്പൊ സി സെക്ഷൻ ആണെങ്കിൽ അവർ പറയാമല്ലോ മുണ്ട് വേണം, പാഡ് വേണം പറയുമ്പോ അത് വയ്ക്കുന്ന ഒരു ബാഗാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് സ്ട്രെസ് ആവില്ല. നമ്മളെ കയ്യിലെല്ലാം എന്താണ് എന്നുവെച്ചാ ഡോക്ടർ എടുത്തു തരാൻ വേണ്ടി ഇപ്പം നീ എന്താ സർജറി അല്ല സർജറി എന്നുവെച്ചാൽ ഡെലിവറി സമയത്ത് കെയർ ചെയ്യുന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ആവശ്യമുള്ള സാധനങ്ങൾ ഇതിൽ വെച്ചിട്ട് മറ്റേ ബാഗിലൊക്കെ വെച്ച് പിന്നെ അതൊക്കെ തുറന്ന് എടുത്ത് വരുമ്പോൾ സമയം എടുക്കില്ല. അപ്പം പെട്ടെന്ന് ടക്കനെ എടുത്ത് അങ്ങനെ കൊടുക്കുക. പെട്ടെന്ന് ആവശ്യം വേണോന്ന് പറഞ്ഞ സാധനങ്ങളാണ് ഈ ബാഗിനകത്ത് വയ്ക്കുന്നത്. അതെന്താ ടക്കനെ എടുത്ത് നമുക്ക് കൊടുക്കണം. ആദ്യം തന്നെ എനിക്ക് ഹോസ്പിറ്റൽ, നമുക്ക് ആദ്യം ഹോസ്പിറ്റൽ പുറത്തുള്ള മെയിൻ കാര്യം 3 അരയ്ക്കുന്നുണ്ട്. 3 അരയ്ക്കുന്നുണ്ട്. അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ 3 എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഭാഗ്യം വയ്ക്കാം. അതിൽ ഒരെണ്ണം വെറുതെ എക്സ്ട്രാ എടുത്ത് വെച്ചു. എക്സ്ട്രാ വച്ചതേ ഉള്ളൂ. ഇൻ കേസ് തരുന്നിലേക്കും ഒരെണ്ണം എക്സ്ട്രാ പ്ലാൻ ചെയ്യുന്നതിൽ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. മെയിൻ 3 അലക്കുന്നുണ്ട്. 3 അലക്കുന്നുണ്ട്. അവര് പാഡ് കാര്യങ്ങൾ സെറ്റാനും അങ്ങനെ അവരുടെ ഓരോരോ യൂസിന് വേണ്ടിയാണ്. ഹോസ്പിറ്റലിൽ ആവശ്യപ്പെട്ടല്ലേ? ഹോസ്പിറ്റലുകാർ നമ്മൾക്ക് ആവശ്യപ്പെട്ടത് അവരുടെ ആവശ്യത്തിനല്ല, നമ്മുടെ ആവശ്യത്തിന് തന്നെയാണ്. ഇത് കീറിയിട്ട് പാടായി വെക്കാനും അങ്ങനെ എന്തൊക്കെയായിരുന്നു അങ്ങനത്തെ സംഗതികളൊക്കെ തന്നെയുള്ള. പിന്നെ വാവൻ തുടയ്ക്കാൻ, എണ്ണ തുടയ്ക്കാൻ, അങ്ങനെ ഉള്ള 3 അലക്കിയുണ്ട്. അത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ബാഗിന് വയ്ക്കാം. പിന്നെ പാഡ്, മെറ്റേണിറ്റി പാഡ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഡെലിവറി കഴിഞ്ഞ്, അതായത് ഏപ്രിൽ 12 ഡെലിവറി ആകുന്നു, ആ ടൈമിൽ വേണ്ട പാഡ് എന്ന് പറഞ്ഞത് എക്സൽ പറഞ്ഞ ഒരു 18 പാക്ക് പാഡ് എന്ന് പറഞ്ഞിട്ട് 3-4 പാക്കറ്റ് വേണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കിതിന്റെ പാക്കറ്റിനെ പറഞ്ഞിട്ടെന്ന് പറഞ്ഞു 80 പീസ് ഉള്ളത് തന്നെ ഈ ഒരു പാക്കറ്റ് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. വേണമെങ്കിൽ നമുക്ക് താഴെ മെഡിക്കൽ സ്റ്റോറിൽ കാണാം, അവിടെ തന്നെ വാങ്ങിച്ചാൽ മതി പറഞ്ഞു. നമുക്കൊരു പാഡ്, മെറ്റേണിറ്റി പാഡ് വേണം. അത് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് ചെന്ന ശേഷം നമുക്കായിട്ട് തന്നെ മെറ്റേണിറ്റി പാഡ് യൂസ് ചെയ്യും. പിന്നെ അവർക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലേ, ഡെലിവറി കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ ഭയങ്കര ബ്ലഡ് ഫ്ലോ കാണും. അപ്പൊ അത് സെറ്റ് ചെയ്യാനുള്ള സാധനമാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് തോർത്തൊന്നുണ്ട്. പിന്നെ നൈറ്റ്, ഫ്രണ്ട് ഓപ്പൺ നൈറ്റി വേണമെന്നാണ് പറഞ്ഞത്. അത് ഫ്രണ്ട് ഓപ്പൺ നൈറ്റി. രണ്ടാമത്തെ ഞാൻ കഫ്താൻ മോഡൽ നൈറ്റി വാങ്ങിച്ചിട്ടുണ്ട്. ഫീഡിങ് നൈറ്റി തന്നെയാണ്, അത് വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു നൈറ്റ്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പ്ലാന്റ് യൂണിറ്റ്. ഇത് റിസീവിംഗ് പ്ലാന്റ്. ഇതാണ് നമ്മളെ വാവയെ വാവ വരുമ്പോൾ റിസീവ് ചെയ്യുന്ന പ്ലാന്റ്. അത് ഞാൻ വാങ്ങിച്ചത് ഒരു സൈറ്റിൽ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആന്റികളുടെ കുറേ സൈറ്റ്. അടിപൊളി ക്വാളിറ്റിയുള്ള ആന്റികൾ കൊടുത്തത്. ഞാൻ അവരെയും കൂടെ ഞാൻ വീട്ടിൽ കൊടുത്തേക്കാം. കുറച്ച് ഒരുപാട് പൈസ ഇല്ല, മീഡിയം ലെവലാണ്. കേട്ടാ മീഡിയം ലെവലാണ്, നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പക്ഷെ അടിപൊളി ക്വാളിറ്റിയുള്ള അടിപൊളി ക്വാളിറ്റിയാണ്. കറക്റ്റ് മസ്ലിൻ ക്ലോത്ത് പോലെയാണ്. പിന്നെ ജിറാഫിന്റെ പിന്നാണ് അതായത് പല ദിവസമുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. അപ്പം അത് ഓർമ്മ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ സത്യം ഇങ്ങനെ ഇരിക്കുന്ന വേറൊന്നുകൊണ്ടല്ല, ഇച്ചിരി വയറൊക്കെ ഇങ്ങനെ ഉള്ളൊക്കെ പിടിച്ചു വരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കാൻ. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മൾ അമ്മയുടെ ബാഗാണ്. ഇത് എന്റെ ബാഗ്, ഇത് സ്വയം ബാഗ്. മറ്റൊരു ലാർജറ്റ് ബാഗും ഇത് എന്റെ വലിയ ബാഗ് കാണിച്ചിട്ടുണ്ട്. ട്രോളി ബാഗാണ്. ഇതിന്റെ അകത്തൊക്കെ ഞാൻ എന്റെ എല്ലാ തരത്തിലും നൈറ്റീസ്, തോർത്ത്, സിസേറിയൻ കഴിഞ്ഞിട്ട് റൂമിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ
ഇതിന്റെ അകത്താക്കുന്നത് അല്ല. ഇത് ഈ ബാഗ് പ്രത്യേകം തോന്നുന്നു. ഓ നീ നിന്റെ കല്യാണം ഓ എന്റെ കല്യാണത്തിന് വാങ്ങിച്ച ഫോൺ അപ്പം ഇത് കല്യാണത്തിന് വാങ്ങിച്ച ട്രോഫി പറയണം അതാണ് ഞാൻ നമ്മളെ ബേബിക്ക് യൂസ് ചെയ്യുന്നു. ഓളി ഭയങ്കര ഹിസ്റ്ററി ഉള്ള ട്രോഫി പിന്നെ മാറ്റി വെക്കാം. അതിന് പിന്നെ ആദ്യം പറഞ്ഞ ഇതേപോലെ ബുക്കിൽ ലിസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ ആദ്യം അതൊക്കെ കാണിക്കാൻ പറഞ്ഞു. പിന്നെ ഇതേപോലെ പാക്ക് ചെയ്യുമ്പോഴത്തേക്കും ലിസ്റ്റൊക്കെ എഴുതി വെച്ചാൽ കുറച്ചുകൂടി ഈസി വരും. അപ്പം ആദ്യം നൈറ്റ് എത്ര ദിവസമുള്ള C-section ആണെങ്കിൽ ചിലപ്പോൾ 5 days ഒരു ഹോസ്പിറ്റലിൽ ഓരോ ഡേയ്സ് ആയി എത്രയാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഞാൻ എന്തായാലും ഏകദേശം ഒരു 5 ഡ്രസ് ഫീഡിംഗ് ആയിട്ട് എടുത്തിട്ടുണ്ട്. 5 ഫീഡിംഗ് ആയിട്ട് എടുത്തിട്ടുണ്ട് 5 ഇതേപോലത്തെ വേറെ വേറെ 5 നൈറ്റീസിനെ എടുത്തിട്ടുണ്ട്. 5 ടോപ്പിന് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ടവലും കോവർ കുളിക്കാനും വേണ്ടിയിട്ട് ടവലും കോപ്പും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഹോം കമ്മിങ് ഡ്രസ് ഉണ്ട്. അതായത് വീട്ടിലെത്തേക്ക് ഭാവി കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ നല്ല ഡ്രസ്സും നല്ല സിമ്പിളായിട്ടൊക്കെ വരുന്നുണ്ടോ അതിന് വീട്ടിൽ വാങ്ങിച്ച ഡ്രസ്സ് അതുണ്ട്. ഇത് നൈറ്റിയാണ്. പിന്നെ പേശ സത്യം പറഞ്ഞാൽ എന്തിനാണെന്ന് ചെയ്യിക്കാറുണ്ട്. പക്ഷെ അമ്മ പറഞ്ഞ് ചിലവരൊക്കെ നൈറ്റിൽ അകത്ത് പേശയൊക്കെ വെച്ച് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. ഹോസ്പിറ്റൽക്കാരിത് വേണ്ടെന്നാണ് പറഞ്ഞത്. സാധാ പാൻറ്റി നൈറ്റ് ചെയ്യാൻ കിട്ടാൻ മതി പക്ഷെ ഫ്രീ ആയിട്ടിരിക്കാനാണ് പറഞ്ഞത്. എന്നാലും പ്ലാൻ ചെയ്യുന്നുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് ഇതിന്റെ അടുത്ത് വച്ചിരിക്കണമേ ഉള്ളൂ. നൈറ്റിൽ അകത്തോട്ട് നിർബന്ധമല്ലല്ലോ. അതുപോലത്തുള്ള ചോയ്സ് കൂടെ ഇരിക്കും. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എനിക്ക് കുറച്ച് ഫ്രീ ആണ് ഇഷ്ടം. ഞാൻ C-section കഴിഞ്ഞ് നിലവിൽ ചിരിക്കപ്പെടാൻ പറഞ്ഞ് ഞാൻ അന്യനായിട്ട് മാറി. ഓക്കെ അത് കഴിഞ്ഞിട്ട് മെയിൻ സാധനം പാഡ് മെറ്റേണിറ്റി പാഡ്. ഞാൻ നേരത്തെ കാണിച്ച പാഡ് C-section കഴിഞ്ഞ് വരുമ്പോഴാണ്. മൂന്ന് ചെന്ന ശേഷം മെറ്റേണിറ്റി പാഡ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഇതിനെ 2 ടൈപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ സാധാ പാഡ്, മറ്റൊന്ന് പറയുന്നത് ഇതിന്റെ കവറൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ എനിക്ക് ഡെലിവറി എടുത്തിട്ട് എല്ലാം പൊട്ടിച്ച് ഇങ്ങനെയാക്കി ഇത് എടുക്കാൻ വേണ്ടിയിരുന്നത്. ഇപ്പൊ നമ്മൾ ഈ പാൻറ്റീസ് ഇടില്ലേ, പാൻറ്റീസ് പോലെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാഡാണ്. യൂസ് ആളെ എനിക്ക് ഇട്ട് നോക്കിയാൽ മാത്രമേ അറിയാവുള്ളൂ. ഇപ്പൊ മനസ്സിലായി കൊള്ളാമോ കൊള്ളു എന്തൊക്കെ 2 ടൈപ്പ് ഓഫ് പാഡ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഏതാണ് കംഫർട്ട് ആ രീതിയിൽ ഇടാനുള്ള രീതി ഇതിന്റെയൊക്കെ രീതിയിലേക്ക് കൊടുത്തേക്കാണ്. പിന്നെ എന്തുവാ പിന്നെ അണ്ടർസ്കേർട്ട് ഉണ്ടോ. ഈ അണ്ടർസ്കേർട്ടും അമ്മയുടെ ഓരോ ലീലാവിലാസങ്ങളാണ്. അമ്മ കൊണ്ട് അണ്ടർസ്കേർട്ട് കൂടെ എടുത്ത് വെക്കാൻ വീണ്ടും നൈറ്റ്സ് നിലത്തിട്ട് വേണ്ടി. അപ്പൊ ഞാൻ ഇതൊക്കെ ഇട്ടു ജസ്റ്റ് എന്നാലും ഞാൻ എന്റെ ജസ്റ്റ് എല്ലാം കൊണ്ടുപോകണേ ഉള്ളൂ. അണ്ടർസ്കേർട്ട് പിന്നെ ചെരുപ്പ് ഇതൊരു മസ്റ്റ് സാധനം കേട്ടോ. ചെരുപ്പ് വളരെ മസ്റ്റ് സാധനമായിട്ട് കാരണം നമ്മൾ ഹോസ്പിറ്റലില് C-section കഴിഞ്ഞാൽ നോർമൽ കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ നടക്കണമല്ലോ. അപ്പം ബാത്റൂമിൽ അപ്പൊ ബാത്റൂമിൽ പോകാൻ ഒരു സ്ലിപ്പറും അല്ലാതെ ഹോസ്പിറ്റലിൽ ആദ്യത്തെ നടത്താൻ ഓരോ സ്ലിപ്പർ. നമ്മൾ 2 സ്ലിപ്പറാണ് ആക്ച്വലി സെയിം തന്നെ വാങ്ങിച്ചിരിക്കുന്നത്. അത് പിന്നെ ഇത് ബ്രസ്റ്റ് പാഡ് എന്ന് പറയും. യൂസ് ആവും ഇതിനകത്ത് വെച്ച് എനിക്ക് അറിയില്ല. അത് യൂസ് അല്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് യൂസ് ആവുന്നതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. ആ ടൈമിൽ മാത്രമേ പറയേണ്ടി പറ്റുള്ളൂ. എന്നാലും ഞാൻ വാങ്ങിച്ച് വെച്ചത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു പ്രിപ്പറേഷൻ ആയിട്ട് നമ്മളുടെ മിൽക്കൊക്കെ ലീക്ക് ആവുകയാണെങ്കിൽ ജസ്റ്റ് അത് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടി റീസെന്റ് അടുത്ത് വെക്കുന്ന കാർഡാണ് ബ്രസ്റ്റ് പാഡ് എന്ന് പറയുന്നത്. അത് ഞാൻ ജസ്റ്റ് ഇത് ഞാൻ ഓൺലൈനിൽ നമ്മൾ വാങ്ങിച്ചതിനാണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കും. ഞാൻ ഓൺലൈൻ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് ടോയ്ലറ്റ് സാധനങ്ങളാണ്. ഇത്ര മാത്രമേ ഉള്ളൂ അല്ലേ. പിന്നെ അമ്മയുടെ സാധനങ്ങൾ എന്റെ സാധനങ്ങളെന്ന് പറയാം. അതെ സോക്സ് സോക്സ് ഇത് ആക്ച്വലി ചിലവരെല്ലാവർക്കും പറഞ്ഞു വെച്ചാൽ ഈ ഫിസറിന്റെ എന്തെങ്കിലും കൈക്ക് വരുന്നതൊക്കെ ചിലപ്പോൾ കാലം തന്നെ തണുക്കാൻ ചാൻസ് ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടി ഞാൻ വെറുതെ എനിക്ക് സ്ഥലത്ത് തണുക്കാണെങ്കിൽ ഇട്ട് വെക്കാനായിട്ട് സോക്സ് ജസ്റ്റ് ഒരേ ഒരു പെയർ ഓഫ് സോക്സ് മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെ സോക്സും എന്റെ ഇന്നേഴ്സും കാര്യങ്ങളും ഇന്നേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫീഡിങ് ബ്രായും എടുത്തിട്ടുണ്ട്. നോർമൽ ബ്രായും എടുത്തിട്ടുണ്ട്. ഇന്നേഴ്സും കാര്യങ്ങളാണ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കണം. ഓക്കെ എളുപ്പത്തിന് അപ്പൊ നമുക്ക് ടെൻഷൻ കാണും. മറ്റേ അതെവിടെ ഇതെവിടെയെന്ന് പറഞ്ഞാൽ സ്ട്രെസ്സായി നല്ലൊരു പൗച്ച് വാങ്ങുന്നത് പൗച്ചായി നമ്മളൊരു സെറ്റ് ആയിട്ട് മീഷോന്ന് കിട്ടും കേട്ടാ. ഇതല്ല അതിന്റെ ബേബിയുടെ സാധനം ബേബിയുടെ ഡ്രസ്സൊക്കെ ആ ഒരു ഓർഗനൈസിലാണ് വെച്ചേക്കുന്നത്. അതിന്റെ കൂടെ കിട്ടുന്ന സാധനം പൗച്ചാണ് വളരെ യൂസ്ഫുൾ ആണ്.
വളരെ ചീപ്പാണ്, ഷർട്ട് പോയി ക്വാളിറ്റി ഓക്കെ. അപ്പൊ ഇതാണ് അമ്മയുടെ സാധനങ്ങൾ, അതായത് എന്റെ സാധനങ്ങൾ എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ ടോയ്ലറ്ററീസ് ആണ്, അതായത് ബ്രഷ്, പേസ്റ്റ്, ഫേസ് വാഷ്, മൗത്ത് വാഷ്, പോക്കറ്റ് ഓയിൽ, പോക്കറ്റ് തലയിൽ എണ്ണ തേച്ച് കുളിക്കാൻ വേണ്ടി. കാരണം നമ്മുടെ തലമുടിയിൽ എണ്ണ തേച്ച് കുളിക്കുന്ന സ്വഭാവമല്ല. പിന്നെ കുളിക്കുന്ന സോപ്പ് അങ്ങനെ അങ്ങനെയായിട്ട് ടോയ്ലറ്ററീസ് ഐറ്റംസ് ആണ് ആക്ച്വലി. സിപ്ലോ കവർ, സിപ്ലോ കവറിനെ കുറിച്ച് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതിന്റെ ചമ്മ ഇങ്ങനെ ആക്കി വെച്ച് നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ സാനിറ്റൈസർ ജസ്റ്റ് ഒരേ ചെറുത് വാങ്ങിച്ച് വെച്ചതേ ഉള്ളൂ. പിന്നെ ഹാൻഡ് വാഷ് അവിടെ ഉള്ളു. അടുത്തത് ബെഡ്ഷീറ്റും കാര്യങ്ങളാണ് കേട്ടോ. ബെഡ്ഷീറ്റ് ഒന്ന് എനിക്കും പിന്നെ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്ന ഏട്ടനും ബെഡ്ഷീറ്റും കാര്യങ്ങളും. പിന്നെ തലേണ ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം എനിക്കെന്ന് പറയുന്നത് തലേണ ചിലവരൊന്നും കൊണ്ടുപോയില്ല, പക്ഷെ എനിക്കെന്ന് പറയുന്നത് എന്റെ ഇങ്ങനത്തെ സ്പഞ്ചി തലേണ അല്ലെങ്കിൽ എനിക്ക് തല ഭയങ്കരമായിട്ട് വേണ്ടിയിരിക്കും. അതുകൊണ്ട് ഞാൻ എന്റെ കംഫർട്ടിന് വേണ്ടിയാണ് വിൻഡോ കൊണ്ടുപോകുന്നത്. ആരും കൊണ്ടുപോയെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ബെഡ്ഷീറ്റ് പില്ലോയാണ് ഞാൻ ഈ ഒരു ബാഗിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തൊരു ബാഗിൽ എടുത്ത് വെച്ചു, അതുകൊണ്ട് ഈസി ആയിട്ട് മറ്റേ എല്ലാം കൂടെ തപ്പിച്ചവരായിട്ട്. കുറച്ച് ന്യൂസ് പേപ്പർ പിന്നെ കുറച്ച് ന്യൂസ് പേപ്പർ, അത് മസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ. അത് ഞാൻ ഏറ്റവും അടിയിൽ വെച്ചു. ഏറ്റവും അടിയിലുണ്ട് കേട്ടോ ന്യൂസ് പേപ്പർ. അത്യാവശ്യം കുറച്ച് ന്യൂസ് പേപ്പർ കൊണ്ടുപോകണം, മസ്റ്റ് ആണ്, വളരെ മസ്റ്റ് ആയിട്ടുള്ള സ്ഥലം. ബെഡ്ഷീറ്റ്, ബെഡ്ഷീറ്റ്, പില്ലോ, അതിന്റെ അടിയിൽ ന്യൂസ് പേപ്പർ ഉണ്ട്. ഉണ്ട് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഇനി താഴിൻ്റെ താഴെ. ഓക്കെ, നമ്മളിനി അടുത്ത ബേബിയുടെ ഐറ്റംസിലോട്ടാണ് പോകുന്നത്. ബേബിയുടെ ഐറ്റംസിൽ ആദ്യം വേണ്ട സാധനം സ്പൂണ്, പിന്നെ ഇതിൻ്റെ അകത്ത് ഗോക്കറിന് ഉണ്ട് കേട്ടോ. ഗോകർണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് മെയിനായിട്ട് നമ്മുടെ ഹോസ്പിറ്റൽക്കാർ പറഞ്ഞതാണ് ഈ ഒരു ഡിന്നും ഈ സ്പൂൺ മസ്റ്റ് ആണെന്ന്. വേറെ തോന്നല്ല, അപ്പൊ ഇൻ കേസ് നമുക്ക് ആദ്യത്തെ ദിവസമൊക്കെ മിൽക്ക് വന്നില്ലെങ്കിൽ അവരൊരു ഫോർമുല ചെയ്യും. ആ ഫോർമുലയ്ക്ക് ഡപ്പയിലിട്ടാണ് അവരിങ്ങനെ കലക്കിയിട്ട് ആ ഗോകർണം വഴിയായിരിക്കും മാവയ്ക്ക് പാല് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് എന്ത് വച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞു യൂസ് ആവുമ്പം അല്ലേ, അതായത് എന്തോന്നാണ് പറയുന്നത്, നമുക്ക് പാല് വന്നില്ലെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഫീഡ് ഇങ്ങനെ ചെയ്യാനുള്ള രീതിയാണ്. ഇത് നമ്മൾ ഏത് ബാഗിലാണ്, ബേബി ബാഗില്, നമ്മളെ മദർ ബാഗില്, മറ്റേ അച്ഛൻ ബാഗ് ആ ഫ്രണ്ട് എടുത്ത് അതിന് നമുക്ക് പറ്റും. കാരണം അത് അതിന് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി. ബേബി ബാസ്കറ്റ് പിന്നെ വേറെ 100 സാധനങ്ങളുണ്ട്, വലിയ സാധനങ്ങൾ. അത് ആദ്യം ബാക്കി വെച്ചിട്ട് കാണിക്കാൻ വിചാരിച്ച് നമ്മുടെ മാവയ്ക്ക് കിടക്കാനുള്ള ബെഡ് കട്ടിലിരിക്കും. ഇതിന്റെ മൊസ്കിറ്റോ നെറ്റ്, അതായത് മൊസ്കിറ്റോ എന്ന് പറഞ്ഞ് കടിക്കാതിരിക്കാനുള്ള ബെഡ് നെറ്റാണ് കേട്ടോ. നമ്മൾ മറ്റേ സിവാമ എന്ന് പറയും. ഇത് നമ്മൾ വാഷ് ചെയ്ത് സൺലൈറ്റിലൊക്കെ 2 ദിവസമൊക്കെ ഇട്ട് അങ്ങനെ ഡ്രൈ ചെയ്ത് എടുത്ത സാധനമാണ് കേട്ടോ. അപ്പൊ അത് തലയുടെ വെച്ചിട്ടുണ്ട്. നല്ല മെറ്റീരിയൽ ആണ്. സിവാമയാണ്, മെറ്റേണിറ്റി. അവരുടെ ഷോപ്പ് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് ഇത് ഉണ്ട്. പിന്നെ ഇങ്ങനെ നമ്മളെ ബേബി ഇങ്ങനെ കൊണ്ടുപോകുന്ന ബാഗ്, ക്യാരിങ് ബെഡ് എന്ന് പറയും. ഇതിന്റെ അകത്ത് ഇത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. ഇത് 2 യൂസ് കേട്ടോ. ഒന്ന് നമുക്ക് നാളെ ക്ലീനിങ് എടുക്കാം, പിന്നെ നമുക്ക് ബെഡ് ആയിട്ടും എടുക്കാം. അതായത് മറ്റേ ബെഡ് അല്ല, ഇത് ഇവിടെയും സിപ്പുണ്ട്, ഇവിടെ ഇങ്ങനെ സിപ്പുണ്ട്. ഈ 2 സിപ്പും തുറന്ന് നമുക്ക് ഇങ്ങനെ ബെഡ് പോലെ വിൽക്കുകയും ചെയ്യാം. ഇങ്ങനെ ക്യാരിങ് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ക്യാരിങ് ആയിട്ട് നമുക്ക് വാങ്ങാൻ കൊണ്ടുപോകാനും പറ്റും. സോ ഇത് നമ്മൾ കോംബോ ആയിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. അതിന് ഒരേ കളർ കിട്ടിയത്. അങ്ങനെ ഇതുമാണ് നമ്മൾ മെയിൻ ആയിട്ട് ബാക്കി വേണ്ടി വാങ്ങിച്ചത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വന്നിട്ട് വാങ്ങാനുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അതിന് വേണ്ടി ഇത് രണ്ടാണ് മെയിൻ ആയിട്ട് വാങ്ങിച്ചത്. കാരണം ഇപ്പൊ ഹോസ്പിറ്റൽ കാര്യം ചിലപ്പോൾ ഇത് ഗ്രാഡിൽ അവൈലബിൾ ആയിരിക്കില്ല. അപ്പം നമ്മൾ ഇതിന്റെ അടുത്ത് ഭാവിനെ ഇത് വെച്ച് കിടക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ ഫൈനലി ആയിട്ട് നമ്മളുടെ മോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര ആകാംക്ഷ സാധനം പാവേര മിക്സാണ്, ബേബി ബാസ്കറ്റ്. സത്യം പറഞ്ഞാൽ ഒരേ ഒരു ഡിസഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇത്രയും ബേബി എനിക്ക് വാങ്ങുന്നത് ഇത്രയും വലിയ വലിയ ഹോൾസോളം വാങ്ങുന്ന കേട്ടാ. കാരണം ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാലേ ഇതിനകത്ത് വളരെ കളിക്കാൻ ഭയങ്കര ഈസിയാണ് ഇതിന്റെ അകത്തോട്ട് എല്ലാം ചെയ്യാൻ. അതുകൊണ്ട് നമ്മളിപ്പോ ഇതിന്റെ പുറത്ത് മീൻസ് ഇതിന്റെ അകത്ത് പേപ്പർ ഇട്ട് വിരിക്കാനാണ് വിൽക്കുന്നത്. അല്ലെങ്കിൽ പണി കിട്ടും. ഇത് വാങ്ങുന്ന ഭയങ്കര ഹോൾസോളം വാങ്ങുന്നത്. സത്യം അവിടെ നമ്മൾ കുറെ എടുത്ത് ചോദിച്ചു നമുക്ക് ഇത് മാത്രം അവൈലബിൾ ആയി തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് നേരിട്ട് മാറി. എന്തിനാണ് ബാസ്കറ്റ്?
വാവയുടെ തിങ്സ് എല്ലാം ഇതിന്റെ അകത്ത് വെക്കും. വാവയുടെ തിങ്സ് മാത്രമേ ഇതിന്റെ അകത്ത് വെക്കുള്ളൂ, വേറെ ആരുടെയും വെക്കില്ല. ഓക്കെ, പേപ്പറൊക്കെ ഇട്ട് വെക്കണം. പേപ്പർ ഇട്ട് വെച്ചിട്ട് സാധനങ്ങളോട്ട് കാണിച്ചേക്കാം. എന്താ വേണം പറഞ്ഞത്, ഓർഗനൈസർ ബാഗ് പോലെ ഫോട്ടോ മീഷോയിൽ കിട്ടും. 200 സംതിങ്ങേ ഉള്ളൂ. നമ്മൾ പുറത്ത് വാങ്ങുമ്പോൾ 600-800 റേറ്റ് പോകും. പക്ഷെ അതേ സെയിം സാധനം തന്നെ മീഷോയിൽ നമുക്ക് ചീപ്പായിട്ട് കിട്ടും. സത്യങ്ങൾ വാങ്ങിച്ചു വെക്കുന്ന വളരെ നല്ലതാണ്. കാരണം ഇങ്ങനത്തെ ബാഗ് ഉണ്ടെങ്കിൽ വാവേറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. മസ്റ്റ് 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 ബൈക്കിങ്ങാണ് ഈ ഓർഗനൈസർ ബാഗ് എന്ന് പറയുന്നത്. ഇതിന്റെ അതിനെ എന്തൊക്കെ ഉള്ളത് കാണിച്ചു തരാം. ഫ്ലാറ്റിനായിട്ട് നടക്കുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ എല്ലാം കൂടെ മടക്കി മടക്കിയെല്ലാം വച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് വെറുതെ കുളം ആക്കട്ടെ. ഇത് നമ്മളെ കുഞ്ഞുടുപ്പാണ് കേട്ടോ, കെട്ടുടുപ്പ്. ബട്ടൺ ഉടുപ്പല്ല, കെട്ടുടുപ്പ്. അമ്മ പറഞ്ഞെന്ന് വെച്ചാൽ കെട്ട് ഉള്ള ഡ്രസ്സാണ് നല്ലത് ബട്ടൺസിനെ കാട്ടിലും. അപ്പൊ ഇങ്ങനെ ഇട്ടാൽ മതിയല്ലോ, അങ്ങനെയുണ്ട്. അപ്പൊ ഫുള്ളി ബട്ടൺ ഇല്ലാത്ത കെട്ടുടുപ്പാണ് നമ്മൾ എടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. എനിക്ക് പറഞ്ഞ വിളിച്ചാണെങ്കിൽ കാണിച്ചു. ഇത് ഫ്രണ്ട് ബാക്ക് ഇങ്ങനെ വരും, ഇങ്ങനെ കെട്ടുവരും. ജസ്റ്റ് അപ്പൊ ഇങ്ങനെ ഇട്ടാൽ മാത്രം മതി. പ്യുവർ കോട്ടൺ ആണ്, പോളിസ്റ്റർ മിക്സ് ഒന്നുമല്ല. ഇത് നമ്മൾ വാങ്ങിച്ചത് ശിവ മെറ്റേണിറ്റി വിനാണി കെട്ടിട്ട് ഭയങ്കര നല്ല കോട്ടൺ തുണിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറെ വാങ്ങിച്ചു. 12 3 സെറ്റിന് ഏകദേശം 6 എന്തോ ഉണ്ട്. അവിടെ നമ്മള് 3 ബോക്സ് ആണ് വാങ്ങിച്ചത്. അല്ലെ 3 ബോക്സ് ആണ്. ഇത് പ്രിന്റഡ് ആയിട്ടുള്ള കെട്ടിൽ പറഞ്ഞു. എനിക്ക് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിലേക്ക് പ്രിന്റ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അത് വാങ്ങിച്ചു. ഇത് മെയിനായിട്ട് കുഞ്ഞു കൈക്ക് വേണ്ടി കുഞ്ഞു കൈ ബിറ്റസ്. ഇത് സത്യം പറഞ്ഞ എന്റെ ഏട്ടൻ ഇത് താല്പര്യമില്ല ഇത് വാങ്ങാൻ. ഞാൻ അടിയുണ്ടാക്കി ഇത് വാങ്ങിച്ചത്. കാരണം ഏട്ടന്റെ ഒരു ഇതിലെന്ന് വെച്ചാൽ ഒന്നാലും ഓൾറെഡി ആ ബൈക്കിനകത്ത് ഇങ്ങനെയല്ലേ മാറുന്നത്. അപ്പം ഒട്ടുമ്പോ കൈയൊക്കെ ഇതിന് ഞാനൊക്കെ ഒന്ന് ഞാൻ DJ ഒക്കെ കളിച്ച് വന്നല്ലോ. ഇത് ഇടുമ്പോ വീണ്ടും ആളെന്താ മറ്റു കൂട്ടിന്റെ അകത്ത് ഇരിക്കുന്ന പോലെ ആവുമോ. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി കാറ്റൊക്കെ കിട്ടാണെങ്കിൽ ഇതൊന്നും വേണ്ട എന്നാണ് ഏട്ടന്റെ അഭിപ്രായം. പിന്നെ എല്ലാരും വാങ്ങണോണ്ട് ഞാൻ എനിക്ക് ഒരെണ്ണം വാങ്ങിച്ചു വരുമോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇതിന്റെ യൂസ് പറഞ്ഞാൽ നാഗം കൊള്ളില്ല. പക്ഷെ എല്ലാവരും എടുത്തത് എറിയും. ചില വാവളൊക്കെ വെക്കുന്നത് ഇങ്ങനെ എറിയും, കയ്യിലൊന്നും ഇരിക്കില്ല. എന്തായാലും ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. തൊപ്പി തലയിൽ ഓൾറെഡി മറ്റേ സ്വാഡിനൊക്കെ ചെയ്തതിനെ നമുക്ക് പഠിക്കില്ല. അപ്പൊ എന്തായാലും ജസ്റ്റ് വാങ്ങിച്ചു. ഞാൻ ആക്ച്വലി ഒരേ ഒരു പേര് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും വാങ്ങിച്ചില്ല. കാരണം അത്ര ഏട്ടൻ ശരിയല്ലോ, കുറച്ച് ഷാർട്ട് എന്നുള്ള രീതിയിൽ. പിന്നെ ഇതെന്ന് പറയുന്നത് വൈബ്സ്. നമ്മൾ വാവേരെ കക്കുമ്പം അല്ലെങ്കിൽ വാവേരെ എന്താ കുറച്ചൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള വൈബ്സ് ആണ്. വൈബ് എന്ന് പറഞ്ഞാൽ മസ്കിൻ ക്ലോത്ത് വൈബ് ആണ്, ഫേസ് ക്ലോത്ത് ആണ്. ആന്റലിക്ക് വാങ്ങിച്ചത് ഞാൻ ആന്റലിക്ക് നിന്നാണ് വാങ്ങിച്ചത്. ഭയങ്കര അടിപൊളി സാധനം, അഡ്വൻസ് സാധനം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ക്വാളിറ്റി സാധനം. ഇത് 4 ഞാൻ 4 വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നോ അത് ഏത് സൈറ്റിൽ നിന്നാണെന്നോ അത് എത്ര വാങ്ങുന്നൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ സോ ഇതിൻ്റെ അകത്ത് മെയിൻ കുഞ്ഞുടുപ്പും വാഴയ്ക്ക് തുടയ്ക്കുന്ന മറ്റേ ഫേസ് തുടയ്ക്കാനാണെങ്കിൽ ഫേസോ ബോഡിയോ തുടയ്ക്കാനുള്ള മസിൻ ഫേസ് ക്ലോത്തും പിന്നെ മിറ്റൻസിക് ക്യാപ്പുമാണ് ഈ ഒരു ഇതിൽ ഉള്ളത്. അടുത്തത് മെയിൻ സാധനം സ്വാഡൽ ക്ലോത്ത്. ഇതാണ് നമ്മളെ മെയിൻ സാധനം. ഇത് വാവ് വന്ന ശേഷം വാവകൾക്ക് എപ്പോഴും തണുപ്പ് പാടില്ല, എപ്പോഴും അവർക്ക് ചൂടായിരിക്കണം വേണ്ടത്. അപ്പം ആ വാർമസ് ഫീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ അവരെ പൊതിയണം. അങ്ങനെ പൊതിയാനുള്ള ക്ലോത്ത് ആണ് സ്വാഡൽ ക്ലോത്ത് എന്ന് പറയും. സോ അത് ഞാൻ ഏകദേശം ഒരു 5 പെയറോളം 5 സ്വാഡൽ ക്ലോത്തോളം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അതിനെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ 5 ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ടവൽ, ബേബി ടവൽ എന്ന് പറയും. ഇത് ഞാൻ അവരെ ആഡിലെ സൈറ്റിൽ കണ്ടപ്പോ ഇങ്ങനെ ബേബി ടവൽ എന്ന് കണ്ടുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. എന്തെങ്കിലും യൂസ് ആവുമായിരിക്കും അല്ലേ, തുടയ്ക്കാനോ എന്താക്കുന്നത് യൂസ് ആവും എന്തായാലും. ഇതെന്തോന്നാണ് ഇത് നമ്മളുടെ ഇത് നാപ്കിൻ, ഇത് നമ്മുടെ ഹോം മെയ്ഡ് നാപ്കിൻ ആണ്. കാരണം നമ്മളെ വീഡിയോ ഇട്ടേ ഇതിന്റെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടാവേ.
വളരെ സിമ്പിൾ ആണ്. ആക്ച്വലി ഇതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മൾ ഈ ഡയപ്പറിന്റെ കാട്ടിലും ഏറ്റവും നല്ലത് നമ്മുടെ ഈ കോട്ടൺ ക്ലോത്തിന്റെ നാപ്കിൻ ഉണ്ടാക്കലാണ് നല്ലത്. റാഷസ് റാഷസ് ഒന്നാമത്തെ റാഷസ് വരില്ല. രണ്ട് കോട്ടൺ ആയിരിക്കണം, സോഫ്റ്റ് ആയിരിക്കും. പിന്നെ എന്റെ ഹോസ്പിറ്റൽക്കാരനെ ഡയപ്പർ ഒട്ടും പ്രിഫർ ചെയ്യുന്നില്ല. അവർ ഇതേപോലെ കോട്ടൺ തുണി കീറിയിട്ട് വെക്കാനാണ് അവരും പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ആദ്യം നമ്മൾ ഏകദേശം അത് ഏകദേശം കുറെ നമ്മൾ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം പാവയാണ്, എപ്പോഴും 2 ഇട്ടും അപ്പി ഇട്ടും 3 വയസ്സ് നടക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് കുറെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് കുറെ നമ്മൾ വെട്ടി സെറ്റ് ചെയ്ത് സിഗ്നോ കവറിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഇതിന്റെ അകത്തുകൂടെ വെച്ചിട്ടുണ്ട്, കാരണം ഇൻസെറ്റ് എടുക്കാൻ വേണ്ടി. പിന്നെ പറയുന്നത് ബർക്ക് ക്ലോത്ത്. ഇത് എനിക്ക് ആവശ്യമുണ്ടോ ഇല്ലേന്ന് ഉപയോഗിക്കുമ്പോൾ മാത്രം മനസ്സിലാവും. എല്ലാവരും വാങ്ങിച്ചോണ്ട് ഞാൻ വാങ്ങിച്ചിട്ട് തോന്നുന്നു. അതായത് എന്റെ ചേച്ചി ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണെന്നാണ് പറഞ്ഞത്. കാരണം വാവ കത്തുമ്പോഴൊക്കെ നമ്മൾ പാലൊക്കെ കുറിച്ച് ശേഷം ബർപ്പ് ചെയ്യണമല്ലോ. ഈ സാധനത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് ഈ ബർപ്പ് പുറത്തെടുത്തേക്ക് ഇട്ടിട്ട് വാഴ തൊട്ടുമ്പോഴത്തേക്കും ആ 10 സാധനത്തിൽ ഇട്ടായിട്ട് പോകുന്നതാണ് പറയണത്. അപ്പം നമ്മൾ ഈ ഡ്രസ്സിന്റെ ആ ഒരു ഇതോ മുടി ഒന്നും ഇങ്ങനെ വാവന്റെ ദേഹത്ത് കൊള്ളില്ല. അതിനാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞപ്പോ ഇത് എന്തോ ഏറ്റവും ഓർമ്മയാണോ കാരണം ഓരോ ദൂരം എടുത്ത് കുത്തിയിട്ട് ഇത് ബർപ്പ്. ഇനി ഇതെന്താണ്? ഹോം കമ്മിങ് ക്ലോസ്. സത്യം എനിക്ക് ഡ്രസ് കൊണ്ടപ്പോ ഇത് ഇത്രയേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. സൈസ് കണ്ട കുട്ടി ഡ്രസ് ഇല്ലേ, ഇത്രയേ ഉള്ളൂ അല്ലേ ആള്. പക്ഷെ നമ്മൾ പേസ്റ്റൽ കളർ നോക്കി വാങ്ങിച്ചതാണ്. ഇതാണ് നമ്മളെ വീട്ടിൽ വരുമ്പം ഇതിന്റെ ഡ്രസ് എന്ന് പറയുന്നത്. കൊണ്ടുവരും. ഒരേ ഒരു ഡ്രസ്സ് മാത്രമേ വാങ്ങിച്ചോട്ടെ, വേറെ കൂടുതൽ ഡ്രസ്സ് ഒന്നും വാങ്ങിച്ചില്ല. കാരണം ന്യൂ ബോൺ അല്ലേ, ആദ്യമേ അവർ ഇങ്ങനെ ഇപ്പം ശീലിക്കില്ല. കെട്ടോണ്ട് പൈക്ക് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യണം. പിന്നെ ഇത് വീട്ടിൽ വരുമ്പോ ഒരു ജസ്റ്റ് വാങ്ങിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പം അത് ഇതിന്റെ അകത്തെന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റേ ഇങ്ങനത്തെ ഒരു എന്തോ ഇത് ബേബി പൊതിയാൻ തന്നെ നമ്മളൊക്കെ ചെയ്തിട്ട് ഒരു നല്ല രീതിയിൽ പൊതിയുന്ന ഒരു സംഭവം ഈ പോലെയൊക്കെ നമുക്ക് പൊതിയില്ല. ഇങ്ങനെ തല അങ്ങനെ വെച്ചിട്ട് താഴെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യൂലേ, അതേപോലത്തെ സാധനമുണ്ട്. എനിക്ക് പേരറിയില്ല എന്തോന്നാണെന്ന്, അതാണ് ഞാൻ ഇങ്ങനെ പറയണത്. അത് ഞാൻ ഏകദേശം വാങ്ങിച്ചു. ഒരേ മാസം പിന്നെ എനിക്ക് എന്റെ ചേച്ചി ആക്ച്വലായിട്ട് ഗിഫ്റ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യത്തെ സത്യം ഞാൻ ഇത് വാങ്ങിച്ചിട്ടില്ല. ഈ ചേച്ചിക്ക് ഓൾറെഡി വാങ്ങിച്ച് തന്നായിരുന്നു. എനിക്ക് ചേച്ചി അനുസരിച്ച് 3 തവണ എനിക്ക് വാങ്ങിച്ചു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഡ്രൈ ഷീറ്റിന് എന്താ ഡ്രൈ ഷീറ്റ് 1 2 4 ഡ്രൈ ഷീറ്റോളം എടുത്ത് വെച്ചിട്ടുണ്ട്. 4 ഡ്രൈ ഷീറ്റ് മതിയാവും. അല്ലെങ്കിൽ ഉണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ആക്ച്വൽ ഡ്രൈ ഷീറ്റ് തോന്നുന്നു നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടിയതാണ്. അപ്പൊ നമ്മൾ എന്തായാലും 4 എടുത്ത് വെച്ചിട്ടാണ്. ഇതാണ് കുട്ടീസാണ്. കുട്ടീസെന്നാണ് ഞാൻ ഇങ്ങനെ പറയാൻ പോകുന്നു. എനിക്കറിയില്ല. ഇത് അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടോ ഡൈപ്പർ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ എന്തും ഡൈപ്പർ വാങ്ങിച്ചതായിരിക്കും. സത്യം പറഞ്ഞാൽ ഡൈപ്പർ ഹോസ്പിറ്റൽക്കാർ ഡൈപ്പർ യൂസ് ചെയ്യാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ക്ലോത്ത് മാത്രമേ യൂസ് ചെയ്യാൻ മതി എന്നാണ് പറഞ്ഞത്. ഇത് വാങ്ങിക്കാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇൻകേസ് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അതിന് മാത്രം ജസ്റ്റ് നമുക്ക് ഒരു പാക്ക് മാത്രം വാങ്ങിച്ചു. ബാക്കിയൊക്കെ നമുക്ക് ക്ലോത്ത് ആയിട്ട് യൂസ് ചെയ്യണത്. എന്തെങ്കിലും ജസ്റ്റ് ഒരു എമർജൻസി ആയിട്ട് മാത്രം യൂസ് ചെയ്യാനുള്ള ഒരു ഡൈപ്പർ അതിലേക്ക് ഒരു പാക്കറ്റ് നമുക്ക് വാങ്ങിച്ചു. സെയിം ഞാൻ പറഞ്ഞ ആൻജിലേക്ക് പറഞ്ഞ സൈറ്റിന്റെ അകത്തുള്ള ബ്രാൻഡാണ് കേട്ടോ. അവരുടെ അല്ല, ജർമ്മൻ പ്രോഡക്റ്റ് ആണ്. ജർമ്മൻ സാധനമാണ് നമ്മളെ വാവ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് വെരി കോസ്റ്റ്ലി. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് ഇനി അത് കഴിഞ്ഞിട്ട് വാട്ടർ വെച്ചിട്ടാണ് സോഫ്റ്റ് ആണ് പോലൊരു ബ്രാൻഡ് ഉണ്ട്. പെറ്റ് പൈപ്സ് ഇവരെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം ഇവരതാണ് അടിപൊളി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മദർ സ്പ്ലാഷ് കൊള്ളാറുണ്ട്, പക്ഷെ ഇവരത് കുറച്ചുകൂടെ കൊള്ളാറുള്ളതുകൊണ്ട് ഞാൻ ഇവരതാണ് യൂസ് ചെയ്ത് തുടങ്ങിയില്ല, വാങ്ങിച്ച് വെച്ചേക്കുന്നത്. പിന്നെ സെബാമെഡ് ചെറിയ സെബാമെഡിന്റെ ബോഡി ലോഷൻ സോപ്പ്. സെബാമെഡിന്റെ ബോഡി ലോഷൻ സോപ്പ് പൗഡർ മോയ്സ്ചറൈസർ ഞാൻ ഇപ്പൊ വാങ്ങുന്നില്ല. ഞാൻ പാവം വന്നിട്ടേ വാങ്ങുന്നതാണ്.
കാരണം ഇനി ഡ്രൈ സ്കിൻ ആണ് എന്ത് സ്കിൻ ആണോ നമുക്ക് അറിഞ്ഞു കൊടുക്കണം. അപ്പൊ അതനുസരിച്ച് വാങ്ങാൻ വിചാരിച്ചിട്ട് ഡെയിമികൾ നഷ്ടമാകുന്നു. പിന്നെ വാവയുടെ ചുട്ടി നെയിൽ കട്ടർ, 2 നെയിൽ കട്ടർ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നേരിടുന്നു. കാരണം പൊതുവെ വാവാണ് ചില വാവ് ജനിച്ചു വരുമ്പോൾ അത് നെൽത്തോടായിട്ട് വരുന്നത്. ഇപ്പൊ ഡോക്ടർ അപ്പം തന്നെ കാര്യം നമുക്ക് വെട്ടണേ എന്ന് പറയും. എന്റെ ക്യാമറക്കാർ ഇവിടെ ഉറങ്ങിയാണ് ബാക്കി ഈയിടെ ഉറങ്ങുന്നത്. ഉറങ്ങില്ലെന്നു. ഇങ്ങനെ അല്ല ഇതെന്തോ അല്ല ഞാൻ സംഭവില്ലേ നെയിൽ കട്ടർ ട്രിമ്മർ എവിടെയാണ് പോലെ ഇങ്ങനെ ഇങ്ങനെ അത് ട്രിമ്മർ ആലോചിക്കണത് എവിടെയാണെന്ന്. ആലോചനയാണ്. ഇത് 2 നെയിൽ കട്ടർ, ഒന്ന് ഈ നെയിൽ കട്ടർ ഉണ്ട്, ഒന്ന് ട്രിമ്മർ നെയിൽ കട്ടർ ഉണ്ട്. ഞാൻ ഇതാണ് ഇട്ടുകൊണ്ട് ട്രിമ്മർ എവിടെയെങ്കിലും കാണുമോ ഇവിടെ എവിടെയെങ്കിലും പറഞ്ഞുകൂടാ. അതെന്റെ അടുത്തൊന്നും ഞാൻ നേരത്തെ കാണിച്ചെന്നുള്ള നോക്കാണെങ്കിൽ ഇത്രേ ഉള്ളൂ വളരെ മെയിൻ സാധനങ്ങൾ എന്ന് പറയുന്നത്. അനാവശ്യമായിട്ട് ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ബേബിയുടെ സാധനങ്ങളല്ല ഇനി നമ്മൾ ആവശ്യമുള്ളതെന്നാണ്. അത് നമ്മൾ അതിനകത്ത് ചില്ലറ കാര്യങ്ങളാണ്. അതായത് അതിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാം. ഫീഡിങ് പില്ലോ, ഫീഡിങ് പില്ലോ നടത്താം. ഇത് എന്താണ് ഇതിന്റെ നേരത്തെ കാണിക്കാൻ പറഞ്ഞു പോയായിരുന്നു. ഇത് വേണം. ഇപ്പൊ ഫീഡിങ് പില്ലോ ഇല്ലെങ്കിൽ നമ്മൾ സാധാ പില്ലോ ഉണ്ടെങ്കിലും മതി. അത് ഫീഡിങ് പില്ലോ വാങ്ങിച്ചു അത് യൂസ് പറയാം. എടുക്കാൻ പറ്റും. അതെടുത്തിട്ട് അതിങ്ങനെ വയറ്റിൽ കെട്ടി വെച്ചിട്ട് ഫീഡിങ് പില്ലോ ഇപ്പൊ എല്ലാ ഗേൾസിനും അത് ആക്ച്വലി അറിയാം. ഇപ്പൊ നമുക്ക് ചിലവർക്ക് ഇത് അൺകംഫർട്ടബിൾ ആയിരിക്കും, ചിലവര് ഇങ്ങനെ കൊടുക്കുന്നേക്ക് അവർക്ക് കംഫർട്ടബിൾ. അത് ഞാൻ പറഞ്ഞ ചിലവര് പറഞ്ഞ കേട്ടിട്ടുണ്ട് ഫീഡിങ് പില്ലോ അത്രയ്ക്ക് കംഫർട്ടബിൾ അല്ല, കൊടുക്കാൻ കംഫർട്ടബിൾ ആണ്. പക്ഷെ എന്റെ ചേച്ചി പറഞ്ഞു വെച്ചാൽ ഇത് വളരെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ആദ്യമേ പാലെടുക്കാനൊന്നും അറിയുന്നില്ല. അപ്പൊ ഇത് വെച്ചാൽ കുറച്ചും കൂടി ശീലിക്കുന്ന കഴിയുന്നത് ഉപയോഗമാണ് സാർ. പിന്നെ ഇത് കുറുക്കുവരേക്കും വരാൻ രാത്രി അടുത്ത് വയ്ക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് കാണിച്ച അവിടെ നിന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞൊരു കാര്യം. അതെ, അപ്പൊ അത് എനിക്ക് അടുത്തുള്ള 5 മാസമാണ്. ഇത് സത്യം പറഞ്ഞ യൂസ് ഉണ്ടായെന്ന് ചോദിച്ചാൽ എനിക്കത് യൂസ് ഉള്ളതാണ്. കാരണം വെച്ചപ്പോ രാവിലെയൊക്കെ ഉറങ്ങാനൊന്നും പറ്റില്ല. ഉറങ്ങ ടൈമിൽ ഇങ്ങനെ കൂടെ വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് കണ്ണിന്റെ അകത്ത് ഇങ്ങനെ വച്ചാൽ നമുക്ക് രാത്രി ജോലി സുഖമായിട്ട് ഉറങ്ങും. അതുകൊണ്ട് എനിക്കിത് യൂസ്ഫുൾ ആയിട്ട് സാധനം. പിന്നെ പറയണത് ഇത് പിന്നെ ഭാവിയെ തുണി നനയ്ക്കാനുള്ള ലിക്വിഡ്, സോപ്പ്, ഡെറ്റോൾ, ഫയലുകൾ, പിന്നെ ടിഷ്യൂ പേപ്പർ, പിന്നെ ഇത് ഹെയർ ഡ്രയർ ആണ്. ഞാൻ തലമുടി സമയത്ത് ഞാൻ ഉണക്കാനില്ല. ഇൻ കേസ് ഡ്രസ്സ് എന്തെങ്കിലും ഉണങ്ങാൻ പെട്ടെന്ന് ഉണങ്ങണമെങ്കിൽ ഉണക്കാൻ ഈസി ആയിരിക്കില്ല. അതുകൊണ്ട് പിന്നെ മാസ്ക്, A95 മാസ്ക് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ട്യൂബാണ്. നമ്മുടെ താഴേക്ക് വളരെ നേരിട്ടുള്ളതാണ്. അത് കിട്ടിയിരിക്കുകയാണ് 5 മിനിറ്റ് കണ്ടുപിടിച്ച്. പിന്നെ ഇത് സാനിറ്റൈസർ സ്പ്രേ ആണ്. നമുക്ക് ജസ്റ്റ് വാങ്ങിച്ച് വെച്ചത് മാത്രമേ. അതെ, സൗകര്യം എന്തായാലും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒന്നും പ്രശ്നം ഇവർക്ക് കാണിച്ചു വെച്ചെന്ന് എനിക്കറിയില്ല. മാറ്റം അടിക്കുകയാണെങ്കിൽ ഗ്യാസ് കിട്ടാല അതാണെന്ന് പറയുന്നത് എനിക്ക് അറിവിടാവുന്നത്. മുടക്കാൻ വേണ്ടിയുള്ള പ്രശ്നം. പിന്നെ പറയണത് പാത്രം കഴുകുള്ള ലിക്വിഡും ഹാൻഡ് വാഷും. ഹാൻഡ് വാഷ് മെയിൻ ആണ്. കാരണം മാവളെ കാണാൻ വരുമ്പോ എല്ലാവരും കൈയൊക്കെ കഴുകിയിട്ട് മാത്രമേ മാവള എടുക്കുള്ളൂ. കാരണം ഇപ്പൊ ജനിച്ചു വന്നതിനുള്ളിൽ അങ്ങനെയാണ് ഇൻഫെക്ഷൻ അലർജിയൊക്കെ വന്നാൽ പറഞ്ഞോളൂ. സോ എന്ന് പറഞ്ഞാൽ പോലും ആ വഴി കൂടെ അലർജി വന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാൻഡ് വാഷ് മസ്റ്റ് ആണ്. സ്ക്രബും പാത്രം കഴുകാൻ വേണ്ടി നമ്മൾ എന്തായാലും ഇവിടുത്തെ പാത്രം കൊണ്ടുപോകും, പ്ലേറ്റ്സ് കൊണ്ടുപോകും. ബൈ സ്റ്റാൻഡേർഡ് എനിക്ക് പിന്നെ അവിടെ അതിരിക്കുന്ന 3 പ്ലേറ്റ് നമ്മൾ കൊണ്ടുപോകും. അങ്ങനെ അത് കഴുകാൻ വേണ്ടി കെറ്റില് ഇത് നമ്മൾ ചൂടുകളൊക്കെ തിളപ്പിക്കാനും അല്ലെങ്കിൽ ചായ ഇടാനും ഒക്കെ വേണ്ടിയുള്ള കെറ്റിലാണ്. എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാമോ? കാരണം നമ്മൾ ഇരിക്കണ ഹോസ്പിറ്റൽസൊക്കെ ഹിറ്റ് വർക്കായില്ലെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ അല്ലെങ്കിൽ ചായ ഇടാൻ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ കണ്ണി കൊണ്ടുവരാൻ വേണ്ടി ഒന്ന് വീട്ടിൽ കൊണ്ടുവരാണെങ്കിൽ അവിടെ ക്യാൻറ്റീനിൽ വാങ്ങാൻ വേണ്ടി തൂക്ക് വാങ്ങുവാൻ ബോട്ടില് ബോട്ടിൽ ഇതാണ് ആക്ച്വലി നമ്മുടെ അല്ലാതെ ചില്ലറ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഇതൊന്നും എടുത്തില്ലെങ്കിൽ വേറൊരു സ്ഥലം എടുത്തത് നടക്കാനൊന്നും പാടില്ല. ഈ ഫൈലിന്റെ അകത്ത് ഞാൻ നമ്മൾ പ്രഗ്നന്റ് ആയില്ല ആ സമയം തൊട്ട് ലാസ്റ്റ് വരെ, അതായത് എത്ര മാസം എത്ര ആഴ്ച വരെയാണോ നമ്മൾ ഇരുന്നത് അത്രയുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഇതിന്റെ അകത്ത്.
അത് മസ്റ്റ് ആയിട്ട് തിന്നാണ്. കാരണം ചിലപ്പോൾ ചോദിക്കും, നാളെ ചിലപ്പോൾ ബ്ലഡ് എടുക്കാൻ വേണ്ടി പറയുമ്പോൾ അവർ ചിലപ്പോൾ ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ സ്കാൻ റിപ്പോർട്ട് എവിടെയെന്ന് ചോദിച്ചാൽ ഒക്കെ എടുത്ത് കൊടുക്കാനുള്ള ഫൈൻ, അത് ഡോക്യുമെന്റ്സ് ഉള്ള ഫൈൻ, അതും പ്ലസ് നമ്മുടെ ഇൻഷുറൻസ് കാർഡ്, ആധാർ ആധാർ കാർഡ് കോപ്പി, കാർഡിന്റെ കോപ്പി, ഇൻഷുറൻസ് കാർഡിന്റെ കോപ്പി, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, എല്ലാ കാർഡുകളും വാങ്ങിച്ചു വരുന്നത്. പൈസ, പൈസ, പേഴ്സ് എല്ലാം, അതാണ് മെയിൻ. ഫോണിന്റെ ചാർജ്, ഫോണിന്റെ ചാർജ്, അതൊക്കെ നമ്മൾ മസ്റ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം. ഇതൊന്നും കൊണ്ടുപോയില്ലെങ്കിൽ അതുകൊണ്ടെങ്കിലും പൈസ കൊടുത്തിട്ട് എവിടെ പോയി വാങ്ങണം. ഓക്കെ, അപ്പൊ ഇതാണ്, അതായത് മെയിൻ ഡോക്യുമെന്റ്സ് ആണ് ആൾക്കാർ ഇതിനുള്ളത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ആധാർ കാർഡിന്റെ കോപ്പി, ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ ആ കാർഡും ഇൻഷുറൻസ് കാർഡിന്റെ കോപ്പിയും, പിന്നെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും, ഇത്രയും മതി. പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ഇത്രയും കാണിച്ചുകൊണ്ടിരുന്ന സ്കാനിങ് റിപ്പോർട്ട്സും കാര്യങ്ങളും എല്ലാം ഒക്കെ വേണം. ഇതാണ് മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം പറയാം. അത് കഴിഞ്ഞിട്ട് മാത്രം എല്ലാം ഒന്ന് നോക്കാവുള്ളൂ. എന്നാലും നമ്മൾ ആ ബുക്കിൽ ഏതെങ്കിലും ഒന്നും കൂടെ ക്രോസ് ചെയ്യണം. ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് എല്ലാം സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും എന്തെങ്കിലും ഉണ്ടാ പറയാൻ ഇത്രയും ദിവസത്തിന് വളരെ സിമ്പിളാണ്. അനാവശ്യമായ ഒരു സമയത്ത് വെച്ചിട്ടില്ല, ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. അതാണ് മെയിൻ കാര്യം. അപ്പം ഞാൻ ഇനി 2 ദിവസം, അതായത് ഏപ്രിൽ 12 തീയതി ഞാൻ മെസ്സേജ് വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് കൂടെ ചെയ്ത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്ക് വീഡിയോ വെച്ചാൽ വാട്സ്ആപ്പ് ബാഗ് നിങ്ങൾ ഷെയർ ചെയ്യുക. ഞാൻ ഇതിന്റെ ലിങ്കും കാര്യങ്ങളെല്ലാം താഴെ കൊടുക്കുന്നുണ്ട്. Good night.